السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ജലീൽ ദാരിമിയുടെ വളരെ മനോഹരമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത്, തങ്ങളുടെ അമാനുഷികമായ കഴിവ്, അതിന്റെ അനശ്വരതയെ സംബന്ധിച്ചും അതിന്റെ അജയ്യതയെ സംബന്ധിച്ചൊക്കെ ബഹുമാനപ്പെട്ട ജലീൽ ദാരിമിയുടെ ഇന്നത്തെ ക്ലാസ് അതിൽ അദ്ദേഹം വിവരിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട അച്ചൂര് ഫൈസി ഇൻഷാ അല്ലാഹ് അദ്ദേഹം പിന്നെ ഓൺലൈനിൽ വന്നിട്ടുണ്ടെങ്കിൽ റൂമിൽ കടന്നിട്ടുണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് വഫാത്തോടു കൂടി അവസാനിക്കുകയില്ല എന്ന വിഷയത്തെ സംബന്ധിച്ച്, അതേസമയത്ത് വിശുദ്ധ ഖുർആൻ അത് വളരെ വ്യക്തമായ ഖിയാമത്ത് നാൾ വരേക്കും നിലനിൽക്കുന്നതായി കാണുകയും വേറുള്ള മുഅ്ജിസത്തുകളെ സംബന്ധിച്ച് മറ്റൊക്കെ ബഹുമാനപ്പെട്ട അതിന്റെ കാരണങ്ങൾ, അതിൻ്റെതായ കാരണങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ജലീൽ ദാരിമി ഇവിടെ പറയുകയുണ്ടായി. അതിന് പുറമെ അള്ളാഹു റബ്ബ് ഒരു മനുഷ്യന് വളരെ വളരെ നല്ല ചില എന്താണ് പറയേണ്ടത്, ഒരു വലിയ തത്വജ്ഞാനം എന്നുള്ളതല്ല, ഒരു വളരെ മനോഹരമായ പോയിന്റുകൾ അടങ്ങിയ സംസാരമായിരുന്നു ബഹുമാനപ്പെട്ട ജലീൽ ദാരിമിയുടെ. സാധാരണ തന്നെ സംസാരം അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ ഇന്ന് പ്രത്യേകമായി എന്നെ ആകർഷിച്ച ചില വിഷയങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയാണ്. അള്ളാഹു ഭൂമിയിൽ ചില നിയമങ്ങളുടെ ഓരോ ഭരണകൂടം ഉണ്ടാക്കുക. ആരാണ് ഈ ഭരണകൂടത്തിലെ വക്താക്കൾ? ആരാണ്? നമ്മുടെ പോലത്തെ മനുഷ്യന്മാർ. എന്നെ പോലെയുള്ള മനുഷ്യന്മാർക്ക് ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് പറയാൻ എന്ത് അധികാരമുള്ളത്? എന്ത് അധികാരമാണ് അവർക്ക്? ആരാ അത് അധികാരം കൊടുത്തത്? ഞാൻ പറഞ്ഞത് എന്നോട് എങ്ങനെ പറയാനല്ലേ? ആ ചോദ്യം വരാത്ത ചോദ്യം തന്നെയാണ്. എന്നെ നിയന്ത്രിക്കാൻ നീ ആര്? നിനക്ക് ആരധികാരം തന്നു? ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ എങ്ങനെ ജീവിക്കരുത്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് പറയാൻ എന്നെ പോലുള്ള മനുഷ്യനായ നിനക്ക് ആരധികാരം തന്നു എന്ന ബഹുമാനപ്പെട്ട ജലീൽ ദാരിമിയുടെ ആ ചോദ്യം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിന്റെ അടിമയാണ്. അവൻ യജമാനനാണ്. യജമാനന്റെ കൽപ്പനകൾ അവന്റെ ദാസന്മാർ സ്വീകരിക്കുക, അല്ലേ? അത് ബുദ്ധിപരമായ ഒരു വിഷയമാണ്. അള്ളാഹുവാണ് നമ്മുടെ ഖാലിഖ്, അവനാകുന്നു നമ്മുടെ യജമാനൻ. ആ യജമാനന്റെ കൽപ്പന അവന്റെ അടിയാറുകളായ അവന്റെ ദാസന്മാരായ ആളുകൾ സ്വീകരിക്കുക, അതൊരു ബുദ്ധിപരമായ ഒരു വിഷയമാണ്. അതേസമയത്ത് എന്നെപ്പോലെയുള്ള മനുഷ്യൻ ഉണ്ടാക്കുന്ന നിയമങ്ങൾക്ക് ഞാൻ അടിമപ്പെടുക എന്ന് പറഞ്ഞാൽ, ഞാനത് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, അത്തരം വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ ബഹുമാനപ്പെട്ട അബ്ദുൽ ജലീൽ ദാരിമി ഇവിടെ സംസാരിക്കുകയുണ്ടായി. അത് സംബന്ധമായ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈസ് ഹാൻഡ് ചെയ്യാവുന്നതാണ്. ജലീൽ ദാരിമിയോട് ആ കാര്യം വളരെ സംശയം തീരത്തക്ക രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് അദ്ദേഹം അതിനൊക്കെ വളരെ വ്യക്തമായ മറുപടി നൽകുകയും ചെയ്യും. അതോടുകൂടി മറ്റൊരു കാര്യം കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്ത് വഫാത്തോടു കൂടി അവസാനിക്കുന്നതാണ് ഇപ്പൊ പൊന്മള പറഞ്ഞത്, അല്ലേ? ബഹുമാനപ്പെട്ട പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ വാദം അനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് വഫാത്തോടു കൂടി അവസാനിച്ചിട്ടുണ്ട്. വഫാത്തിന് ശേഷം നിലനിൽക്കുന്ന മുഅ്ജിസത്ത് ഖുർആൻ മാത്രമേ ഉള്ളൂ. അല്ല, എന്നാൽ വേറുള്ള മുഅ്ജിസത്തും നിലനിൽക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തോടു കൂടി റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് നിലനിന്നിട്ടില്ല. അല്ല, അത് നശിച്ചു പോയിട്ടില്ല, അത് അവസാനിച്ചിട്ടില്ല. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് നിലനിൽക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ആധുനിക, ഏറ്റവും പുതിയ ഉദാഹരണമായി ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങൾക്കകം, നിങ്ങൾക്ക് 1-2 ദിവസങ്ങൾക്കകം കാന്തപുരത്തിന് കൊടുത്ത ആ പാത്രം ഉണ്ടല്ലോ, ആ പാത്രം തെളിയിക്കും ഇൻഷാ അല്ലാഹ്. ആ പാത്രം തെളിയിക്കും. റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് അവസാനിച്ചിട്ടില്ല എന്ന് ഈ കാലഘട്ടത്തിൽ തെളിയിക്കുന്ന വസ്തുവായിട്ടാണ് നിങ്ങൾക്ക് ആ പാത്രം കിട്ടിയത് എന്ന് ഇൻഷാ അല്ലാഹ് 2 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ആകെ നാണം കെടാൻ പോവാണ്. നിങ്ങളാ കള്ളിയാറുണ്ടില്ല. ഞാനിപ്പോ അത് പൂർണ്ണമായിട്ട് ഇപ്പൊ പറഞ്ഞില്ല. ഞാൻ അതിന്റെ പൂർണ്ണരൂപം ഇൻഷാ അല്ലാഹ് ഇപ്പോൾ പറയുന്നില്ല. അല്പം നിങ്ങൾ ക്ഷമിക്കുക. 1-2 ദിവസത്തിനകം ആകെ മുഖം കെടുക മാത്രമല്ല, ആകെ നാണം കെട്ട രീതിയിലാകാൻ പോവുകയാണ്. ആദ്യം മുടി കൊടുത്തല്ലേ? മുടി കൊടുത്തപ്പോ എന്താ പറഞ്ഞത്? ഇത് ആകെ ഒരു മുടി തന്നെ ഇദ്ദേഹത്തിന്റെ അടുക്കൽ ഉള്ളൂ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകമായ സ്വപ്നത്തിലൂടെയുള്ള നിർദ്ദേശപ്രകാരം പിന്നെ അങ്ങനെയാണ് ഉസ്താദിന് കൈമാറുന്നത്.
അങ്ങനെ ഉസ്താദിന് അത് കൊടുത്തിട്ട് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത്, യുഎയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എന്ത്, ഞാൻ എന്റെ കരൾ ഇവിടെ വെച്ചിട്ടാണ് ഈ പോണേട്ടാ എന്ന് പറഞ്ഞാ പറഞ്ഞത് അല്ലേ. ഞാൻ ആ മുടിയായി അവിടെ കൊടുത്തിട്ടുണ്ട്, പോരുമ്പോ മൂപ്പര കരൾ അവിടെ പറിച്ചു വെച്ചിട്ടാണ് ഈ വരണത്, ഞാൻ പോണതെന്ന് പറഞ്ഞാ പറഞ്ഞത്. പിന്നെയാണ് കരളിന്റെ കൊലകൾ അല്ലെ, 80-90 സെന്റിമീറ്റർ നീളമുള്ള ആയിരക്കണക്കിൽ കരളുകൾ അടങ്ങിയ കൊലകൾ പിന്നെയാണ് ഇങ്ങനെ കാണുന്നത്. അപ്പൊ അന്നാ മുഖം കെട്ടില്ല, ആകെ നാറിയിൽ അതോടുകൂടി. പിന്നെ അതുപോലെ തന്നെ ആ വായിച്ചത് എന്തല്ല, സെനതല്ല, അത് അയാളുടെ ഉപ്പാപ്പന്മാരുടെയും വാപ്പാരെയും ഉപ്പാപ്പന്മാരൊക്കെ പേരണ്ട് വായിച്ചുകൊണ്ട് സെനതാണെന്ന് പച്ചക്കള്ളം പറഞ്ഞതാണ് എന്ന കാര്യങ്ങളൊക്കെ പിന്നീടാണ് മനസ്സിലാകുന്നത് അല്ലേ. അപ്പൊ ആകെ നാണം കെട്ടല്ലേ. പിന്നീട് അവസാനം സമ്മതിക്കേണ്ടി വന്നത് നെസബയാകുന്നു, പിന്നെ അത് അടിരേഖ ഇയാളെടുത്താണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് മാറേണ്ടി വന്നല്ലേ. പിന്നീട് അവസാനം എവിടേക്കെത്തി, അത് കിട്ടിയത് ബോംബെയിലെ ജാലിയാവാല എന്ന് പറയുന്ന വ്യക്തിയുടെ അടുക്കൽ നിന്നാണ് അബുദാബിയിലേക്ക് അത് കൊണ്ടുപോയത്. അത് 2007 മെയ് മാസം 20-ാം തീയതിയാണ് എന്ന കാര്യങ്ങളെല്ലാം ആണ്ട് ഒളിവായി. അതിന് പറഞ്ഞ ആ മുടി നമുക്കും കിട്ടി. ആ മുടിക്കാണില്ലോ റസൂലുള്ളാഹിന്റെ തിരുകാശത്തിന്റെ പ്രത്യേകത ഉണ്ടാവുന്ന പരിശോധിച്ചെങ്കിൽ ഒരു പ്രത്യേകത ഇല്ല. അങ്ങനെ ആകെ വഷളായില്ലേ. എന്നാൽ അതിനേക്കാളും അപ്പുറം ഉണ്ടല്ലോ, അതിനേക്കാളും അപ്പുറം ഒരു മുഖം കടല് ഇൻഷാ അള്ളാഹ് 2 ദിവസങ്ങൾക്കകം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പാത്രത്തിലൂടെ. ആ പാത്രം ആരുടെ പാത്രമാണ്, അതൊക്കെ ഇൻഷാ അള്ളാഹ് 2 ദിവസം വെയിറ്റ് ചെയ്യുക മാത്രം. 2 ദിവസം ഇപ്പൊ തന്നെ പറയാൻ പറ്റായല്ല. ഇൻഷാ അള്ളാഹ് ആയിട്ടില്ല, അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കട്ടെ. അതിനുശേഷം നിങ്ങൾക്ക് ആ കാര്യം പിന്നെ വ്യക്തമാവും. വല്ലാത്തൊരു തട്ടിപ്പ് ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ടല്ലോ. എന്തൊക്കെ തട്ടിപ്പാണില്ലേ. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരാൾ കളവ് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലൻ കണ്ട് ഇടപെട്ടിട്ട് അയാളെ ആകെ നാണം കെട്ടുന്നതിന്റെ പുതിയ ഉദാഹരണമാണ് പാത്രം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ 2 ദിവസം മാത്രം വെയിറ്റ് ചെയ്യുക എന്ന് മാത്രം അറിയിച്ചുകൊണ്ട്, അപ്പൊ അസൂയൊക്കെ നമുക്കപ്പോ കാണാം. അപ്പൊ ഇൻഷാ അള്ളാഹ് അതൊക്കെ നമുക്ക് ഇൻഷാ അള്ളാഹ് പിന്നീട് ചർച്ച ചെയ്യാം. ബഹുമാനപ്പെട്ട അച്ചൂർ ഫൈസി വന്നിട്ടുണ്ട്. നേരത്തെ നടന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ജലീൽ ദാരിമിയുടെ ക്ലാസിനെ കുറിച്ച് വിലയിരുത്താൻ വേണ്ടിയാണ് അച്ചൂർ ഫൈസി വന്നിട്ടുള്ളത്. അതിനുശേഷം ഇൻഷാ അള്ളാഹ് നമുക്ക് വേണമെങ്കിൽ പിന്നെ അത് സംബന്ധമായി ചർച്ച വ്യക്തമാക്കാത്ത എനിക്ക് ചർച്ച ചെയ്യാം. ആ പാത്രത്തിന്റെ കാര്യം ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് അസൂയാണ് അല്ലെന്നൊക്കെ ആദ്യങ്ങൾ പറയുന്നല്ലേ മുടിനെ കുറിച്ച് അസൂയ എന്ന് പറഞ്ഞത്. അവസാനം നമുക്ക് ഹമീദ് ഫൈസിക്ക് അതേ മുടി 7 കിട്ടിയപ്പോഴോ അതേ മുടി 7 കിട്ടിയപ്പോഴോ പിന്നെ അത് പറയാൻ യാതൊരു മാർഗവും ഇല്ലാതായില്ലേ. ഈ പാത്രം ഏത് പാത്രാണെന്ന് ഇൻഷാ അള്ളാഹ് 2 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കാണിക്കണ ഈ ഉന്മേഷമൊക്കെ ഉണ്ടല്ലോ അല്ലെ, ഇപ്പൊ കാണിക്കുന്ന ഉന്മേഷവും ആ ചർച്ച ഒക്കെ ഉണ്ടല്ലോ, അത് 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ അച്ചൂർ ഫൈസിക്ക് വേണ്ടി മൈക്ക് കൈമാറുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ കേൾക്കുന്നുണ്ടോ? അസ്സലാമു അച്ചൂർ ഫൈസി എന്താണ്, അച്ചൂർ ഫൈസിന്റെ നെറ്റ് പ്രോബ്ലം ആയിരിക്കും അല്ലേ. അച്ചൂർ ഫൈസി മൈക്ക് കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാച്ചണ്ട അച്ചൂർ ഫൈസി? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? അച്ചൂർ ഫൈസിക്ക് ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? അച്ചൂർ ഫൈസി ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് നെറ്റ് വളരെ തീരെ സ്പീഡ് ഉണ്ടാവില്ല, കുറവ്. എന്നാൽ ഹോൾഡ് ഔട്ട് ഇട്ടതിന് ശേഷം നിങ്ങളുടെ ഡോട്ട് മാത്രം ഒഴിവാക്കാം, എന്നിട്ട് മൈക്ക് നിർത്തി നോക്കുക, എന്നിട്ട് ശരിയാകുന്നുണ്ടോ നോക്കാല്ലേ നമുക്ക്. അപ്പൊ അതിനുശേഷം നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. അതോട് ഹോൾഡ് ഔട്ട് ഇടുന്നുണ്ട് ഞാൻ. അങ്ങനെ നിങ്ങളുടെ ഡോട്ട് മാത്രം ഒഴിവാക്കുകയാണ്, എന്നിട്ട് മൈക്ക് കിട്ടുമോ നോക്കാം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ PM ചെയ്യുന്ന കൂട്ടരൊക്കെ ഉണ്ടല്ലോ, ഏത് അല്ലേ, പാണക്കാട് ബഹുമാനപ്പെട്ട പിന്നെ മുനവർ ശിഹാബ് തങ്ങളുടെ വീട്ടിലേക്ക്, അതാണ് മുടിന്റെ തെളിവാപ്പതേ, നിങ്ങൾ നോക്കിക്കളെ അല്ലേ. അടിരേഖ ഇയാളെടുത്തിട്ടുണ്ട് എന്നൊക്കെ പേരോട് ഉസ്താദ് പറഞ്ഞ് അതിനുശേഷം 2 പ്രാവശ്യം 3-ാമത്തെ പ്രാവശ്യം ഇയാളാണ് വരുന്നത്. അപ്പൊ തീർച്ചയായും
ഇപ്പൊ ഈ പ്രാവശ്യമെങ്കിലും അടിരേഖ കൊണ്ടുവരേണ്ടതായിരുന്നല്ലേ? അപ്പൊ അടിരേഖയില്ല, സെനദില്ല, ഒന്നും ഇല്ല. എന്നിട്ട് അവസാനം എന്ത് ചെയ്യാ? പാണക്കാട് തങ്ങളുടെ അടുത്തുനിന്ന് പോയാൽ ഈ സംസാരം ഉണ്ടല്ലോ, ആ അടിരേഖ സംസാരത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി പാണക്കാട് പോയാൽ മതിയല്ലോ എന്നുള്ളൊരു അല്ലേ? അതിനെ കുറിച്ച് ആയിക്കോട്ടെ പിന്നെ ചർച്ച അല്ലേ? എത്ര ഒരു വഷളായ ഒരു ഏർപ്പാടാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ആ മുടി അള്ളാഹുവിന്റെ റസൂലിന്റേതാണെന്ന് സ്ഥിരപ്പെടുത്തുന്നതിന് പകരേ അതിന്റെ സനത് കൊണ്ടുവരുന്നതിന് പകരം, അതല്ലെങ്കിൽ അത് നേരിലുണ്ടോ ഇല്ല എന്ന് പരിശോധിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് പകരം പാണക്കാട് പോവുക. ആ പാത്രം എവിടുന്ന് കിട്ടി എന്ന് വിവരിച്ചുകൊണ്ട് അതിന്റെ ആധികാരികത സ്ഥിരപ്പെടുത്തുന്നതിന് പകരം പാണക്കാടുക്ക് പോവുക. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ പാത്രം ആരുടെ പാത്രമാണ് എന്നൊക്കെ 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് തെളിയാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല. അറ്റൂർ ഫൈസി മൈക്കെടുക്കി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അറ്റൂർ ഫൈസി, സംഭവം വിജയിക്കുന്നില്ല. നിങ്ങളുടെ നെറ്റ് പ്രശ്നമുണ്ട്. അതുകൊണ്ട് നെറ്റ് പാടെ സ്പീഡ് കുറവാണെന്ന് മനസ്സിലാണത്. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് മൈക്ക് കിട്ടാതിരിക്കാനുള്ള കാരണം എന്ന് അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഏതായാലും നിങ്ങൾ ശ്രമം നടത്തിയതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. പിന്നെ സൽമാൻ അസരി, ഞാൻ കുറച്ച് താമസിക്കും. കാരണം ഇവിടെ മറ്റുള്ള ആളുകൾ മൈക്കിലേക്ക് ഇനി ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ജലീൽ ദാരിമിയോട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാവുന്നതാണ്. ജലീൽ ദാരിമി അവതരിപ്പിച്ച വിഷയം അത് സംബന്ധമായ ചോദ്യങ്ങളായിരിക്കണം ഇപ്പോൾ ചോദിക്കേണ്ടത്. ഇപ്പോൾ ഞങ്ങൾക്ക് പാത്രത്തിനെ കുറിച്ച് പിന്നാവാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചോദ്യം കഴിഞ്ഞ ശേഷം പാത്രത്തിനെ കുറിച്ച് ചോദിക്കാം. അപ്പൊ അതിന് മറുപടി പറയാം. ഇപ്പോൾ ജലീൽ ദാരിമിയോട് അദ്ദേഹം നടത്തിയ ആ ക്ലാസിനെ കുറിച്ച് ഉള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം എന്ന് അറിയിച്ചുകൊണ്ട് മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഉസ്താദേ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇസ്ലാമിനെ ശരിക്കും പറഞ്ഞാൽ അതിനൊരു ബദൽ സംവിധാനം എന്നുള്ള നിലയിൽ തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനനം ഉണ്ടായിട്ടുള്ള ഏകദേശം. എന്നാൽ ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 നൂറ്റാണ്ട് തികക്കാനുള്ള സൗഭാഗ്യമില്ലാതെ തന്നെ അത് കാലാരണപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയും നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്നിട്ട് കേരളത്തിലുള്ള ചില പണ്ഡിതന്മാർ ആ ഒരു പ്രസ്ഥാനത്തിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ സാധാരണ ജനങ്ങളുടെ ഇടയിൽ പറയുന്ന ഒരു കഥയുണ്ട്. അമേരിക്കയും ഇസ്രായേലും കൂടി പലസ്തീനെ ആകെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ സോവിയറ്റ് യൂണിയന്റെ 5ാം പട വിട്ടുകൊണ്ട് ഇസ്ലാമിക പ്രേമം കാണിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞ് ആ രൂപത്തിലുള്ള വളരെ ഗുരുതരപരമായിട്ട് അവരെ ന്യായീകരിക്കുന്ന ചില പണ്ഡിതന്മാരും മുസ്ലിം നേതാക്കന്മാരെന്ന് പറയുന്ന ചില ആളുകളും നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും സുലഭമായിട്ട് നടക്കുന്ന എല്ലാവരും നമുക്ക് എല്ലാവർക്കും അറിയണം. എന്നാൽ സിറിയയിൽ ഇതേ പാർട്ടിയുടെ സോവിയറ്റ് യൂണിയൻ സ്വീകരിക്കുന്ന നയം, അവിടെ ഐക്യരാഷ്ട്രസഭ വരെ ഇടപെട്ടുകൊണ്ട് അവിടുത്തെ പ്രശ്നം അവസാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും ആയുധം കൊടുത്തുകൊണ്ട് ഈ ഒരു ബസർ അസദിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് കമ്മ്യൂണിസ്റ്റുകളിൽ നിന്ന് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് ഈ ജനങ്ങളെ തെറ്റായ നയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇതിന്റെ ഒരു പരിസമാപ്തി എന്തായിരിക്കും എന്ന് അറിയാനുള്ള ഒരു ഉത്കണ്ഠ. ഉസ്താദ് അതിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചെന്ന വലിയ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ വിഷയത്തിൽ നിന്ന് കുറെ അകലം പോവാണത്. അതൊന്നും ഇപ്പൊ നമ്മളങ്ങനെ കാര്യഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയമൊന്നുമില്ല അതിലൊന്നും. അതെന്താന്ന് വെച്ചാൽ കമ്മ്യൂണിസത്തിന്റെ ഒറിജിനാലിറ്റി എന്തായാലും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സാധനം ഇപ്പൊ യഥാർത്ഥത്തിൽ നിലവിലില്ല. പിന്നെ ഇന്ന് ലോകത്ത് കമ്മ്യൂണിസം, കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്നൊക്കെ പറയപ്പെടുന്നത് ചില രേഖകളിലും അഭിനയങ്ങളിലും കൊടികളിലൊക്കെ ഒതുങ്ങുന്നതാണ്. അത് രാഷ്ട്രീയമായി ചില മേഖലകളിൽ രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്നല്ലാതെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ളവരൊക്കെ പഴയ കാലത്തെ ജന്മിമാരെക്കാളും വലിയ വലിയ കൊമ്പന്മാരാണ്. അവരുടെയൊക്കെ സ്വത്തിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ വേണ്ടി പറഞ്ഞാൽ ആ പാർട്ടി പിന്നെ ഉണ്ടാവില്ല. അങ്ങനെയാണ് അതിന്റെയൊക്കെ കാര്യമുള്ളത്. അപ്പൊ അതൊന്നും ഞാൻ പറഞ്ഞല്ലോ, കമ്മ്യൂണിസത്തിന്റെ യഥാർത്ഥം ഒന്നും ആരും നിലനിർത്തുന്ന ആർക്കും അത് വേണ്ടനും സാധ്യവുമല്ല കാര്യമൊന്നും. അതുകൊണ്ട് പിന്നെ രാഷ്ട്രീയമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവർ ലക്ഷ്യം വെക്കുന്ന ചില നേട്ടങ്ങൾക്ക് വേണ്ടി അവർ നിലകൊള്ളുന്നു. അതുപോലെ മറ്റു ചില നേട്ടങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പലരും അവരുടെ പിന്നാലെ നടക്കുകയും ചെയ്യുന്നു. അവർക്ക് ഓശാന പാടാനും അവരെ നേതാക്കളാക്കാനും അവരെ സ്വീകരിക്കാനും അവരെ സലാത്ത് മജ്‌ലിസിൽ പങ്കെടുപ്പിക്കാനും ഒക്കെ ആളുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. അതൊക്കെ നിശ്ചിത താല്പര്യങ്ങൾ മാത്രമാണ്. താല്പര്യങ്ങൾ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് മാറിമറിയുന്നതിനനുസരിച്ച് നിലപാടിലും മാറ്റമറിച്ചിലുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എവിടെയാണോ തങ്ങളുടെ താല്പര്യം എവിടെ സംരക്ഷിക്കപ്പെടുക അവിടെ കൂടും. അത് കുറെ അവിടെ ആ ഭാഗത്ത് കൂടി നോക്കുമ്പോൾ അങ്ങോട്ട് നിൽക്കും, വേറെ എവിടേക്കും ചാടി അങ്ങോട്ടാണെങ്കിൽ അവിടെ നിൽക്കും. താല്പര്യങ്ങൾ എന്ന് പറയുന്നത് താല്പര്യങ്ങളുടെ അടിമകൾക്ക് അതിങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിനനുസരിച്ച് അവരുടെ നിലപാടിലും വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതൊന്നും യഥാർത്ഥത്തിൽ അത്തരക്കാരായ ആളുകളെ, ഇസ്ലാമിന്റെ വിരുദ്ധ ശേരികളെ അനുകൂലിക്കുകയും അവരെ പിന്തുണക്കുകയും അവരെ സമൂഹത്തിൽ നല്ലവരായി സമൂഹത്തിൽ പരിചയപ്പെടുത്തി അവർക്ക് മുസ്ലിം സമൂഹത്തിനിടയിൽ അംഗീകാരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന നിലപാടുകളൊക്കെ വളരെ അപകടകരമാണ്. ദീനിനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ സാധിക്കുന്നതുമല്ല. അതൊന്നിപ്പോ നമുക്കിപ്പോ എന്താണ് സംഭവിക്കാൻ പോകുക ഇൻഷാ അല്ലാഹ് കാത്തിരുന്ന് കാണാലോ. 2 ദിവസം കൂടി നോക്കുക, 2 ദിവസം കൂടി കാത്തിരുന്നാൽ നമുക്ക് കാണാമെന്നാണല്ലോ ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദ് പറഞ്ഞത്. അത് മാത്രമല്ല, അപ്പോ ഏതായാലും ഇതിന്റെ ഒക്കെ അന്ത്യം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കൃത്യമായി കാണാം. അത് 2 ദിവസമായാലും അധികം അല്ലാത്തതായാലും ഇത് എവിടെ കൊണ്ട് അവസാനിക്കുമെന്ന കാര്യം വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ നുണ പറഞ്ഞിട്ടുള്ള ഈ കളിയുണ്ടല്ലോ, ഇത് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് ഇന്ന് പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിച്ച് ചിരിക്കുന്നുണ്ടായിരിക്കും. ഇന്നലെ ആ പാത്രം കൊണ്ടുവന്നയാൾ അയാൾക്ക് അതിൽ വിശ്വാസമല്ല, അത് ഏറ്റെടുത്തയാൾ അയാൾക്കും വിശ്വാസമല്ല, അതിനുവേണ്ടി തെക്ബീർ ചൊല്ലിയവർ അവർക്ക് തീരെയും വിശ്വാസമല്ല. പിന്നെ വെറും ആദ്യം കൊണ്ടുവന്നു കൊടുത്തല്ലോ അതുകൊണ്ട് ഇനിയുണ്ടെന്ന് വരുത്താൻ വേണ്ടി കൊണ്ടുവന്ന ആൾ കൊണ്ടുവന്നു, ഏറ്റെടുത്തിട്ട് കുടുങ്ങിയാലോ ഇനി എങ്ങനെ ഏറ്റെടുക്കാതിരിക്കുക എന്ന് വെച്ചിട്ട് ഏറ്റെടുത്ത ആൾ ഏറ്റെടുത്തു, അതിനെ അനുകൂലിച്ച് പാട്ടുപാടി നടന്നല്ലോ ഇനി എങ്ങനെ പാട്ടുപാടാതിരിക്കുക വെച്ചാൽ അതിന്റെ കേട്ട ആളുകൾ തക്ബീറും ചൊല്ലി. ഇത് ആരെക്കൊണ്ടാണ് കളിക്കുന്നത് എന്ന വിഷയം അവിടെ അവർക്ക് പരിഗണിക്കാൻ കഴിയാതെ പോകാൻ അവർ നിർബന്ധിതരാണ്. അവരാകെ എളിമ്പ്യരായി പോയിരിക്കുകയാണ്. ഇതെല്ലാ ലോകത്തുള്ള എല്ലാ ജനങ്ങളും കാണുന്നവർക്കൊക്കെ വളരെ കൃത്യമായി ബോധ്യപ്പെടും. വെറും കള്ളത്തരം അഭിനയിക്കുകയാണ് ഈ കാണിക്കുന്നതൊക്കെ. ഇപ്പൊ മുടി തന്നെ അവരിൽപ്പെട്ട പലരും അംഗീകരിക്കുന്നില്ല. ഞാൻ അതിനെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല എന്ന് ചില നേതാക്കന്മാരൊക്കെ പറഞ്ഞ വിവരം ഈ അടുത്തായ പത്രത്തിലൊക്കെ വന്നു. അപ്പൊ ആ നിലക്ക് തന്നെ മുറുമുറുപ്പിൽ ഇങ്ങനെ എവിടെ ഇത് കൊണ്ട് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഇപ്പോ ചീനച്ചട്ടിയായിട്ട് വന്നിട്ടുള്ളത്. ഇനി ഇത് എന്തായി തീരും, എപ്പോഴാ പൊട്ടിത്തെറിക്കാന്ന് കാത്തിട്ടാണ് ഇപ്പൊ അവരൊക്കെ ഇരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് കളിച്ചവനെ അള്ളാഹു താല വിടൂല. ഇന്ന ഷാനിയാക്ക ഹുവൽ അബ്തർ എന്നല്ലേ, അവനെ കൊണ്ട് അള്ളാഹു താല ഒരു പാഠം പഠിപ്പിക്കുക ചെയ്യും. അത് അത്തരക്കാരായ ആളുകൾ ലോകത്തിന് മറ്റുള്ളവർക്ക് ഒരു പാഠമാക്കി തന്നെ അള്ളാഹു താല അവസാനിപ്പിക്കും. തീർച്ചയാണ് അക്കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. അത് അധികമൊന്നും വൈകില്ല. അള്ളാഹു താല എങ്ങനെ വിട്ടുകൊടുക്കും. പിന്നെ എങ്ങനെയും ബാത്തിലിന്മ മുറുകെ പിടിച്ച് ബാത്തിലിൽ തന്നെ നിലകൊള്ളണം എന്ന് വിചാരിക്കുന്ന ആളുകൾ, അവർക്ക് നിലനിൽക്കാൻ പറഞ്ഞു നിൽക്കാവുന്ന എന്തെങ്കിലുമൊക്കെ അള്ളാഹു താല കാരണങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കും. അത് അള്ളാഹുവിന്റെ പ്രവൃത്തിയാണത്.
അത് ഏത് വിഷയത്തിൽ നമുക്ക് പരിശോധിച്ചാൽ അത് കാണാൻ പറ്റും. വളരെ വ്യക്തമായി കാര്യങ്ങൾ ബോധ്യപ്പെടാൻ യഥാർത്ഥം ആഗ്രഹിക്കുന്നവർക്ക് വളരെ പകൽ വെളിച്ചം പോലെ വ്യക്തമായിരിക്കും കാര്യങ്ങൾ. അതേസമയം ബാത്തിലിൽ എങ്ങനെങ്കിലും കടിച്ചു തൂങ്ങി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കോ അവർക്ക് എന്തെങ്കിലും ന്യായം പറയാനുള്ളത് അത് അല്ലാഹു തആല, അതാണ് ഈ ലോകത്തിന്റെ അവസ്ഥ. അവർക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പിടിച്ചു നിൽക്കാനുള്ള ഒരു മാർഗവും അല്ലാഹു തആല അവിടെ കാണിച്ചു കൊടുക്കും. അവർ അതും അങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കും, അവരൊരു ന്യായം പറഞ്ഞുകൊണ്ട് നിൽക്കും. അത് ഈ ലോകം പരീക്ഷണത്തിന്റെ ലോകമാണ്. അത് അല്ലാഹു തആല അതിനുള്ള ഒരു മാർഗങ്ങൾ അല്ലെങ്കിൽ ഒരു പിടിവള്ളി അല്ലാഹു തആല ഇട്ടു. അത് പരീക്ഷണത്തിന്റെ ഭാഗമാണത്. അതുകൊണ്ട് തന്നെ നമ്മളൊന്നിലും വിഷമിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ നുണ പറയുക എന്നത് ഒരു ചെറിയ കളിയൊന്നല്ലല്ലോ. അത് ചെറിയ കളിയൊന്നല്ല കളിക്കുന്നത്. എത്രത്തോളം വെച്ചാൽ യമനിൽ പോയി കൊണ്ട് യമൻകാരോട് പോയിട്ട് അയാൾ പറഞ്ഞു റസൂലുള്ള നിങ്ങളോട് അയാൾ പ്രതീക്ഷിച്ച അയാൾ ഇഷ്ടം വെച്ച ഒരു പെണ്ണ്, ആ പെണ്ണിനെ വിവാഹം ചെയ്തു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരാൾ ചെന്നുകൊണ്ട് യമനിൽ പോയിട്ട് പറയണം. അപ്പൊ ആ ആളുകൾക്ക്, അവിടെയുള്ള ആളുകൾക്ക് അതിൽ സംശയം തോന്നി. അവർ നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ആളെ വിട്ടു. ഇങ്ങനെ ഒരാൾ വന്ന് പറയുന്നുണ്ടല്ലോ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു ചെയ്തു? അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഉടനെ പോവണം, അവന്റെ തലവെട്ടണം. റസൂലുള്ളാഹിന്റെ പേരിൽ നുണ പറഞ്ഞവന്റെ തലവെട്ടാൻ വേണ്ടി ഉടനെ അലി എന്നവരെ പറഞ്ഞേക്കുകയാണ്. അലി എന്നവരോട് റസൂലുള്ള പറഞ്ഞു, അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ തല വെട്ടണം. പക്ഷെ അവൻ ജീവനോടെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അവൻ മരിച്ചിട്ടുണ്ടാകും. മരിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കരിച്ചു കളയണം, മരിച്ചിട്ടുണ്ടെങ്കിൽ കത്തിച്ചു കളയണം. അപ്പോ അലി എന്നവർ ചെന്ന് നോക്കുമ്പോഴേക്ക് ഇയാൾ പാമ്പ് കടിയേറ്റ് മരിച്ചിട്ടുണ്ടായിരുന്നു. അലി എന്നവരയാളെ കരിച്ചാട് കളഞ്ഞു. എന്ന് വെച്ചാൽ റസൂലുള്ളാഹിയുടെ മേലും നുണ പറയുക എന്നതിന്റെ മരിച്ചാൽ പിന്നെ അയാളെ കൊണ്ടുപോയി കബറടക്കിയാൽ മതിയല്ലോ. മരിച്ചിട്ടുണ്ടെങ്കിൽ കരിച്ചു കളയണമെന്ന് റസൂലുള്ള കൽപ്പിക്കണമെങ്കിൽ അതിന്റെ വലിപ്പത്തിലാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരു നുണ പറയുക എന്നത് ഇതിപ്പോ ഒരു ഹുക്കുമും അല്ലെങ്കിൽ മറ്റൊന്നും പറഞ്ഞൊന്നല്ലോ. റസൂലുള്ളാഹിയുടെ പേരിൽ നുണ പറയുക, തന്റെ ഒരു താല്പര്യം സംരക്ഷിക്കാൻ, ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് ഒരു നുണ പൊട്ടിച്ചതാണ്. അതന്നെ നമ്മളിവിടെ കാണുന്നത്. അതിന്റെ ദൂരവും അതിന്റെ ഗൗരവം എത്രയാണ് റസൂലുള്ളാഹി പരിഗണിക്കുന്നത്. ഇതുപോലുള്ള സംഭവങ്ങൾ പലതും കാണാൻ പറ്റും. അതുകൊണ്ട് ഇത് എവിടെയാണ് കൊണ്ട് ചാരുക, അവസാനിക്കുക എങ്ങനെയാണെന്ന് കാത്തിരുന്ന് കാണാം. അല്ലാഹു തആല ഉമ്മത്തിനെ കാക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. ചോദിക്കാനുള്ള വിഷയം കമ്മ്യൂണിസം കമ്മ്യൂണിസം ക്യാപിറ്റലിസം ഉണ്ട്. അപ്പോൾ ഇത് രണ്ടിന്റെയും സംയുക്ത രൂപം പ്രസിദ്ധമായി ഇസ്ലാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ട് മാത്രമാണ് ഉൾപ്പെടുത്തിയത് എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. ഇത് രണ്ടിന്റെ വശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിൽ ഒരുപാട് തത്വസംഹിതകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഞാൻ ഫുള്ളായി ക്ലാസ് കേൾക്കാത്തതുകൊണ്ടാണ് ചോദിച്ചത്. ഇസ്ലാമിൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാം അതിന്റെ സ്വയം നിലയിൽ തന്നെ സമ്പൂർണമാണ്. മറ്റ് ഏതെങ്കിലും ഇസങ്ങളൊന്നും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പരിഗണിക്കപ്പെടേണ്ടുന്ന യാതൊരു ആവശ്യവുമില്ല. അത് അള്ളാഹുവിന്റെ നിയമമാണ്. അത് സ്വയം നിലയിൽ തന്നെ സമ്പൂർണമാണ്. അതായത് മനുഷ്യന്റെ ആവശ്യങ്ങൾ, ഫിത്രത്ത്, മനുഷ്യന്റെ പ്രകൃതിപരമായ നല്ല പ്രകൃതി, അതായത് സുരക്ഷിതമായ ഫിത്രത്ത്, താൽപര്യങ്ങൾക്കോ ലക്ഷ്യങ്ങൾക്കോ വേണ്ടി ഉള്ള വളഞ്ഞ ഫിത്രത്തുകളല്ല, പ്രകൃതിയല്ല. ശുദ്ധമായ മനുഷ്യന്റെ പ്രകൃതിയെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് ആ പ്രകൃതിയോട് ഇണങ്ങുന്നതും അതിന് ആവശ്യമായതും ആയ, അതിനെ നല്ല ദിശയിലൂടെ കൊണ്ടുപോകേണ്ടുന്ന നിയമങ്ങളൊക്കെയും ഇസ്ലാമിലുണ്ടായിരിക്കും. അത് എല്ലാ വിഭാഗം സമൂഹം എല്ലാവരും ഒരേ നിലവാരത്തിലുള്ളവരല്ല, ഏറ്റ വ്യത്യാസമുള്ളവരാണല്ലോ. കുറെ തൊഴിലാളിമാരുണ്ടാകും, കുറെ മുതലാളിമാരുണ്ടായിരിക്കും,
കുറെ മാനേജർ ഉണ്ടാവും, കുറെ ആൾ കീഴിൽ ജോലി എടുക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെയാണല്ലോ അള്ളാഹു തആല ഈ മനുഷ്യൻ വർഗത്തെ നിശ്ചയിച്ചിട്ടുള്ളത്. എങ്കിലേ ഇവിടെ ജീവിതം നിലനിൽക്കൂ. എല്ലാവരും കമ്പനിയുടെ മാനേജർ ആയാൽ പിന്നെ ആ കമ്പനി മുന്നോട്ട് പോകും? ഇല്ലല്ലോ. എല്ലാവരും മുതലാളിമാരായാലും ഇതുണ്ടാവില്ല, തൊഴിലെടുക്കാൻ ആളുണ്ടാവില്ല. മനുഷ്യന്മാരുടെ ജീവിതം ഇവിടെ നിലനിൽക്കണമെങ്കിൽ മനുഷ്യൻ ഏറ്റവും വ്യത്യാസം ഉണ്ടായിരിക്കണം. വിവിധ നിലവാരത്തിലുള്ളതാക്കിയതിനാൽ എത്തഹദ ബാദുഹും ബാദുൻ സുഹരിയാന്നല്ലേ. ചിലരുടെ കീഴിൽ എന്ത് ചെയ്യണം? ജോലി എടുക്കണം. ചിലരുടെ കീഴിൽ ജോലി എടുത്തെങ്കിൽ തന്നെ അത് മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ വർഗങ്ങളിലുള്ള നിലവാരത്തിലുള്ള വ്യത്യാസങ്ങൾ നിർബന്ധമാണ്, സ്വാഭാവികമായിട്ടുണ്ടാവും. ഓരോരുത്തരുടെയും അവകാശങ്ങൾ അർഹമായത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വകവെച്ചു കൊടുക്കും. അത് ഏറ്റവും വ്യത്യാസത്തിലുള്ള നിലവാരത്തിനനുസരിച്ച് അവരുടെ അവകാശത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. എല്ലാവരും സമന്മാരാവുക അതെന്തായാലും ഉണ്ടാവില്ല. കാരണം ഇവിടെ അത് സാധ്യവുമല്ല. സമത്വമെന്നൊന്നുമില്ല ഇവിടെ. നീതിയും അവരവർക്ക് അർഹമായ അവകാശവുമാണ് ഇവിടെ വിഷയം. അത് എല്ലാ വർഗത്തിനും എല്ലാ വിഭാഗത്തിനും വേണ്ടത് ദീനിലുണ്ടായിരിക്കും. അതിൽപ്പെട്ട ചിലത് ചില ഇസ്സങ്ങളിലുണ്ടായിരിക്കും, വേറെ ചിലത് വേറെ ചില ഇസ്സങ്ങളിലായിരിക്കും ഉണ്ടായിരിക്കുക. അത് ചില സാഹചര്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് അത് സ്വാധീനമുണ്ടാക്കി അതിന്റെ ആ ഇസ്സങ്ങളുടെ തമ്പുരാക്കന്മാര്, ആ ഇസ്സങ്ങളുടെ നിർമ്മാതാക്കൾ അവർ അനുഭവിച്ച സാഹചര്യങ്ങൾ അവരുടെ ചിന്താഗതിയെ സ്വാധീനിച്ചു. അങ്ങനെ അതിലൂടെ അവർക്ക് മനസ്സിലാക്കിയ കുറെ നിയമങ്ങൾ എന്ത് ചെയ്തു? ആ സ്വാധീനത്തിന്റെ സമ്മർദ്ദത്തിൽ അവർ ഉണ്ടാക്കിയെടുത്തു. അത് ചില മേഖലക്ക് മുൻഗണന കൊടുക്കുന്നുണ്ടാവാം. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റു ചില മേഖലകളെ അവഗണിക്കുന്നതും കാണാൻ പറ്റും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ നിയമത്തിൽ എല്ലാ വിഭാഗത്തിനും വേണ്ടുന്നതായ അവകാശങ്ങൾ, അർഹമായ അവകാശങ്ങളെ വകവെച്ചു കൊടുത്തുകൊണ്ടും എല്ലാ വിഭാഗത്തിന്റെയും മനുഷ്യകുലത്തിന്റെ മൊത്തമായ നന്മക്കും വിജയത്തിനും വേണ്ടി എന്നുള്ള നിയമങ്ങളാണ്. അതാണ് ഇഖ്തർതൽ ഫിത്രത എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്രായിന്റെ രാത്രിയിൽ എന്ത് ചെയ്തു? പാലും കള്ളും കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ റസൂലുള്ളാഹി പാലിനെ തെരഞ്ഞെടുത്തു. അപ്പൊ എന്ത് പറഞ്ഞു? ഇഖ്തർതൽ ഫിത്രത, പ്രകൃതിയുടെ സംശുദ്ധിയെ ആണ് അങ്ങ് തെരഞ്ഞെടുത്തത് എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വലോ ഇഖ്തർതൽ ഖംറ, കള്ള് തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ ലഗവതു ഉമ്മത്തുക, ഉമ്മത്ത് പിഴച്ചു പോകുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് പ്രകൃതി ഇഷ്ടപ്പെടാത്ത, പ്രകൃതിയോട് യോജിക്കാത്ത, പ്രകൃതിയുടെ ശുദ്ധിയെ കളങ്കം വരുത്തുന്നതാണ് കള്ള്. അത് തെരഞ്ഞെടുത്തെങ്കിൽ ഉമ്മത്ത് പിഴച്ചു പോകുമായിരുന്നു. പാല് തെരഞ്ഞെടുത്തപ്പോൾ ശുദ്ധിയെയാണ്, പ്രകൃതിയുടെ ശുദ്ധിയെയാണ് തെരഞ്ഞെടുത്തത് എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതൊരു എന്താ പറയുക പ്രതീകമാണത്. അതൊരു പ്രതീകമാണ് എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീൻ, അവിടുത്തെ ശരീഅത്ത്, അവിടുന്ന് കൊണ്ടുവന്ന നിയമങ്ങൾ പാലിന്റെ വെണ്മ പോലെ ശുദ്ധമാണ്, പാലിന്റെ വെണ്മ പോലെ വെണ്മയുള്ളത്, അതിൽ കറുപ്പിന്റെയോ അഴുക്കിന്റെയോ കലർപ്പ് ഇല്ല എന്ന്. അപ്പൊ ആ നിലക്കുള്ള നിയമമായിരിക്കും ഏത്? പരിശുദ്ധ ദീനിന്റെ നിയമങ്ങൾ. അതിൽ ഓരോരുത്തർക്കും അവരവർക്ക് അവകാശമുള്ളതുണ്ടായിരിക്കും. അത് മറ്റേതെങ്കിലും മിസ്സങ്ങളിൽ ചിലത് മുൻഗണന കൊടുത്തതോ അപ്പൊ മറ്റതിനെ അവഗണിക്കുന്നതോ അത് നമുക്കൊരു വിഷയമല്ല. അത് ദീനിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും കടമെടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഇവിടെ സമ്പൂർണ്ണമാണ് എന്ന് ചുരുക്കം. അസ്സലാമു അലൈക്കും. ഇതിനു മുമ്പ് ഒരാള് കമ്മ്യൂണിസത്തെ കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും അവരുടെ ഇടപെടലിനെ കുറിച്ചും ഒരു ചോദ്യം ചോദിച്ചു. അതിനക്ക് മറുപടി പറയാതെ വേറെ എന്തൊക്കെയോ ഉസ്താദിനിക്ക് എതിരില്ല, ഉസ്താദിനിക്ക് ശത്രുത ഉള്ള ചില ആൾക്കാരെ പറ്റി മാത്രം പറഞ്ഞു. അതുകൊണ്ട് ആ ചോദ്യത്തിന് ഒന്നുകൂടി ഉത്തരം പറയണമെന്ന് ഞാൻ പറയണം. ഇപ്പൊ ചോദിച്ച സുഹൃത്തിനോട് ഞാൻ ഉദ്ദേശിച്ച ചോദ്യത്തിനുള്ള യഥാർത്ഥ ഉത്തരം ഉസ്താദ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതില് പൂർണ്ണ സംതൃപ്തവാനാണെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു പൂവും പിന്നീട് ഓക്കെ എന്നും പിന്നീട് മറ്റൊരു പൂവും പരസ്യമായിട്ട് ഇവിടെ ടെക്സ്റ്റ് ചെയ്ത് എല്ലാവരും കണ്ടിട്ടുമുണ്ട്. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഉത്തരം ചിലപ്പോൾ കിട്ടിക്കോളുന്നില്ലല്ലോ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കൊന്നും വലിയ ഒരു പ്രസക്തി നിങ്ങൾ കൊടുക്കേണ്ട. ചോദ്യകർത്താവ് ഞാനായിരുന്നു. എനിക്ക് ഞാൻ ഉദ്ദേശിച്ച രൂപത്തിൽ അതിനേക്കാളും വളരെ ഭംഗിയായി പൂർണ്ണതയോടുകൂടെ തന്നെ ഉസ്താദ് മറുപടി തന്നിട്ടുണ്ട് എന്ന് സാന്ദർഭികമായിട്ട് താങ്കളെ അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും.
ചോദ്യകർത്താവ് നിങ്ങളാണെങ്കിലും കൂടിയിട്ട് കേൾക്കുന്ന ആൾക്കാർ ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് ഏകദേശം ബോധ്യപ്പെടേണ്ട എന്താ ഈ ഉത്തരം എന്ന്. ആ ഉത്തരം തന്നെ പറയണം. അത് നിങ്ങൾക്ക് മാത്രം ബോധ്യപ്പെട്ട് പബ്ലിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ദുനിയാവിൽ വെച്ച് കള്ള് നമുക്ക് നിഷിദ്ധമാണ്. നേരെ മറിച്ച് സ്വർഗത്തിൽ വെച്ച് കള്ള് നമുക്ക് അനുവദനീയമാണ്. ദുനിയാവിൽ അനുവദനീയമല്ലാത്ത സ്വർഗത്തിൽ നൽകുമ്പോൾ മറ്റു മതവിശ്വാസികൾ ചോദിക്കുകയാണ്, ഇവിടെ നിങ്ങൾ അനുവദിക്കുന്നില്ല, സ്വർഗത്തിൽ നൽകും, എന്നാൽ ഇവിടെ അത് അനുവദിച്ചുകൂടെ എന്നൊരു ചോദ്യം മറ്റു മതക്കാർ ചോദിച്ചു. എന്താണ് ഈ മാർഗസ്ഥാനം? ഇവിടെ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിയമങ്ങളുടെ ലോകമാണ്. ഇവിടെയാണ് തക്ലീഫിന്റെ ലോകം. അള്ളാഹുവിന്റെ നിയമങ്ങൾ, വിധിവിലക്കുകൾ ഇവിടെയാണ്. സ്വർഗത്തിൽ വിധിവിലക്കുകളില്ല. അതിന്റെ ലോകമല്ല സ്വർഗം. കള്ള് ദുനിയാവിൽ അള്ളാഹു താല നിരോധിച്ചത്, കള്ള് നിരോധിക്കേണ്ടത് തന്നെയാണ്. കള്ളുകൂടി നല്ലതല്ല. അത് അപകടത്തിന്റെ അല്ലെങ്കിൽ എല്ലാ വൃത്തികേടിന്റെയും എല്ലാ കുറ്റകൃത്യങ്ങളുടെയും അടിസ്ഥാന കാരണം കള്ളാണ് എന്നത് കള്ള് കുടിക്കുന്നവനാണെങ്കിൽ പോലും ബോധമുള്ള സമയത്ത് അവനക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ട് നിയമം എന്നത് ദുനിയാവിലാണ് ഉണ്ടാകുക. അത് ഇവിടുന്നാണ് അത് ഇവിടെയാണ് അതിന്റെ അത് പ്രയോഗിക്കപ്പെടേണ്ടത്. ആഖിറത്തിലെ കള്ള് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തതായി ആഖിറത്തിലെ കാര്യങ്ങളൊന്നും, സ്വർഗം ആവട്ടെ ആഖിറത്തിലെ വിഷയങ്ങളാവട്ടെ, കള്ള് നാം പറയും നമുക്ക് മനസ്സിലാകുന്ന ഒരു വാക്കിന്റെ വാക്കാണത്. ആഖിറത്തിൽ സ്വർഗത്തിൽ പട്ടുണ്ട്, സ്വർഗത്തിൽ സ്വർണമുണ്ട്, വെള്ളിയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ പഴവർഗ്ഗങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആഖിറത്തിലെ ഒന്നും ദുനിയാവിലുള്ളത് പോലെയല്ല. അത് നമുക്ക് മനസ്സിലാകുന്ന ഒരു വാക്ക് അവിടെ പ്രയോഗിക്കുന്നു എന്നല്ലാതെ വാസ്തവത്തിൽ ആഖിറത്തിലേത് ആയ ഒന്നും നമ്മുടെ ചിന്തയിലോ നമ്മുടെ ഊഹത്തിലോ വരുന്നതല്ല. അപ്പൊ അവിടെ ഏതുണ്ടായിരിക്കും, സ്വർണമുണ്ടായിരിക്കും, അല്ലെങ്കിൽ വെള്ളി ഉണ്ടായിരിക്കും, പുഴകളുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ, ഭക്ഷണങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിന്റെ നമ്മളിന്ന് മനസ്സിലാക്കുന്ന സാധനമൊന്നല്ല അത്. അതിന്റെ പുറമെ സ്വർഗം എന്ന് പറയുന്നത് ഏതല്ല, നിയമങ്ങളുടെ ലോകമല്ല. നിയമങ്ങൾ എന്ന് പറഞ്ഞത് ദുനിയാവിലാണ്. അതുകൊണ്ട് ഇവിടെ അള്ളാഹുവിന്റെ നിയമം കള്ളു കുടിക്കാൻ വേണ്ടി പൂതി വെച്ച് നടക്കുന്നവരായിരിക്കും അങ്ങനെ ചോദിക്കുക. അല്ലെങ്കിൽ മതസ്ഥരായ ആളുകളൊന്നും, ഒരു മത അനുയായികളായി അംഗീകരിക്കപ്പെടാവുന്നവരൊന്നും എന്നല്ല, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ബോധമുള്ളവരാരും എന്ത് ചെയ്യില്ല, കള്ളുകുടിയെ അനുകൂലിക്കുന്നവരില്ല. അതുണ്ടാവില്ല, തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അവർ കുടിക്കുന്നുണ്ടായിരിക്കും, കുടിക്കാൻ വേണ്ടി അവര് പാരാതിന് വേണ്ടി അവർ സമരം നടത്തുകയൊക്കെ ചെയ്യും. അവരുടെ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഏതുണ്ടാവില്ല, താൻ കള്ളുകുടിയനാവണം അല്ലെങ്കിൽ തന്റെ മകൻ കള്ളുകുടിയനാവണം എന്നൊന്നും ഏതില്ല. ഒരിക്കലും ആഖിറത്തിൽ ആരും ആഗ്രഹിക്കില്ല. അപ്പൊ അതുകൊണ്ട് കള്ളുകുടിയെ ആരും അനുകൂലിക്കാത്തൊരു കാര്യമാണ്. അത് മതത്തിന്റെ പേരിലൊന്നും ആരും ചോദിക്കാൻ സാധ്യതയല്ല. പിന്നെ അത്തരം ചില മതങ്ങളുടെ പരിമിതികളൊന്നുമില്ലാതെ എങ്ങനെയും താന്തോന്നികളാവണം എന്നാഗ്രഹിക്കുന്നവരുടെ ചോദ്യങ്ങളാണ്. അപ്പൊ നേരത്തെ ഒരാൾ ചോദിച്ചോ കണ്ടില്ലേ, എന്തിനാ ഉസ്താദിനെ പറയണത്? ഏതാ ചങ്ങായി, എന്ത് പറഞ്ഞാലും എന്റെ ഉസ്താദിന്റെ മേല് കൊള്ളുക എന്ന് വെച്ചപ്പോ എന്താ ചെയ്യാ? എവിടെ കുരുത്തക്കേടുണ്ടോ അവിടൊക്കെ എന്റെ ഉസ്താദിന്റെ പേരുണ്ട്. ലോകത്ത് ആരൊക്കെ എവിടൊക്കെ കുരുത്തക്കേട് കാണിക്കുന്നുണ്ടോ അവിടൊക്കെ ഉസ്താദിന്റെ പേരുണ്ട്. നീ അറിയോ? നജ് കേട്ടോ, ബഹുമാനപ്പെട്ട സഹാബത്തിൽപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ ഇബ്നു ഖത്താബ് എന്നവര് ഇറാഖിലേക്ക് പറഞ്ഞയച്ചു. അവിടുത്തെ ഭരണാധികാരിയായിട്ട് പറഞ്ഞയച്ചു. സഅദ് റളിയല്ലാഹു അൻഹുവിനെതിരെ ഇറാഖിലെ ആ ഭാഗത്തുള്ള ചില ആളുകൾ എന്ത് ചെയ്തു, ഒരു കംപ്ലൈന്റ് ആയും കൊണ്ട് ചില കേസും കൊണ്ട് ആരുടെ അടുത്തെത്തി? ഉമർ ഇബ്നു ഖത്താബ് എന്നവരുടെ അടുത്തെത്തി. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് എന്നവര് സഅദ് റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചപ്പോ സഅദ് റളിയല്ലാഹു അൻഹു വിവരങ്ങൾ പറഞ്ഞു. ഇന്ന പോലെയാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഞാൻ കണ്ടുപഠിച്ച നമസ്കാരമാണ് ഞാൻ അവരെ കൊണ്ട് നമസ്കരിക്കുന്നത്. പിന്നെ
പിന്നെ അങ്ങനെ ചില കാര്യങ്ങളാണ്, അവർ യുദ്ധത്തിന് കൂടെ പോകില്ല, അങ്ങനെ തുടങ്ങി ചില ആരോപണങ്ങളൊക്കെയാണ്. അതിന്റെ ഒക്കെ യഥാർത്ഥം മൂപ്പര് ഉമർ ഇബ്നു ഖത്താബ് എന്നവരോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് എന്നവർ പറഞ്ഞു, അത് ശരിയാണ്, നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ, അല്ലാതെ നിങ്ങളടുത്ത് നിന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷെ പ്രജകളിൽ നിന്നൊരു ആരോപണം വരുമ്പോൾ അത് അന്വേഷിക്കുക എന്നത് ഭരണത്തിന്റെ നീതിയിൽപ്പെട്ടതാണല്ലോ, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുകയും സഅദ് റളിയല്ലാഹുവിനെയും കൂട്ടി ഈ വന്ന ആളുകളെയും മറ്റു ചില ആളുകളെയും കൂട്ടിയും കൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് എന്നവർ ഇറാഖിലേക്ക് തിരിച്ചയച്ചുകൊണ്ട് ഈ കൂടെ നിരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ആളുകളെയും കൂട്ടി അവിടെ ഉള്ള പള്ളികളിൽ കയറിയും കൊണ്ട് എന്ത് ചെയ്തു, ആളുകളോട് ചോദിപ്പിച്ചു, എങ്ങനെയാണ് സഅദിന്റെ ഭരണം, സഅദിനെ സംബന്ധിച്ച് ആർക്കെങ്കിലും ആരോപണമുണ്ടോ, സഅദിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഈ പറയപ്പെട്ട വിഷയങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ അത് ശരിയാണോ എന്നൊക്കെ എന്ത് ചെയ്തു അന്വേഷിച്ചു. അപ്പൊ സഅദ് റളിയല്ലാഹുവിനെ അറിയുന്ന അവിടുത്തെ ജനങ്ങളൊക്കെ പറഞ്ഞു നിന്ന്, സഅദ് ഞങ്ങളെ കൊണ്ട് നല്ല നിലക്ക് ഭരണം നടത്തുന്ന ആളാണ്, സഅദിന്റെ അടുത്ത് യാതൊരു തെറ്റും ഇല്ല എന്നിങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾ പറഞ്ഞു. ഒരു പള്ളിയിൽ ചെന്നപ്പോ അവിടെ ആരുണ്ടായിരുന്നു, ഒരു എസ്എസ്എഫ്ഐആർ ഉണ്ടായിരുന്നു. അവൻ എഴുന്നേറ്റ് നിന്നിട്ട് എന്ത് ചെയ്തു, സഅദിനെ കുറ്റപ്പെടുത്തിയും കൊണ്ട് പറഞ്ഞു. എല്ലാവരും സഅദിനെ അംഗീകരിച്ച് പറഞ്ഞപ്പോ ഇയാൾ എഴുന്നേറ്റ് നിന്നിട്ട് സഅദിനെ കുറ്റപ്പെടുത്തിയും കൊണ്ടത് പറഞ്ഞു. അതിൽ സഅദ് റളിയല്ലാഹുവിന്റെ സഅദ് റളിയല്ലാഹുവിനെ അങ്ങോട്ട് ദുആ ചെയ്തു, പടച്ചവനെ, ഈ മനുഷ്യൻ ആളുകളുടെ ഇടയിൽ പേരെടുക്കാൻ വേണ്ടിയിട്ട് ആണ് എന്നെ പറ്റി കുറ്റപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ ഞാൻ നിനക്കെതിരെ ദുആ ചെയ്യണം, അത് നിനക്ക് അള്ളാഹു പടച്ചവനെ ഇവനക്ക് നീ ദീർഘായുസ് കൊടുക്കണം, ഇവനെ നല്ലവണ്ണം നീട്ടിയിടണം, പിന്നെ അവന് എല്ലാ ഫിത്നകളിലും അവനക്ക് പങ്കുണ്ടാവണം, എവിടൊക്കെ കുഴപ്പമുണ്ടോ അവിടൊക്കെ അവനക്ക് പങ്കുണ്ടാവണം എന്നിങ്ങനെ തുടങ്ങി ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അങ്ങോട്ട് ദുആ ചെയ്തു. ആ സംഭവത്തിന് ശേഷം ഈ മനുഷ്യന്റെ അവസ്ഥ എന്താണെന്നറിയോ? ഈ മനുഷ്യന്റെ അവസ്ഥ എന്താന്ന് വെച്ചാൽ, ഇയാള് പിന്നെ കുറെ കാലം ജീവിച്ചു, ഇയാൾക്ക് ദാരിദ്ര്യം കൊടുക്കണം തുടങ്ങിയൊക്കെ ദുആ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് കുറെ കാലം ജീവിക്കുക, എല്ലാ ഫിത്നകളിലും ഇയാൾക്ക് പങ്കും, ഇത് ദുആ ചെയ്തു. എന്താ സംഭവിച്ചത്? ഈ മനുഷ്യന് പിന്നെ ദീർഘായുസ്, മരിക്കണമില്ല, കണ്ണ് കാണാതെയായി. എന്നിട്ടോ അവിടെയുള്ള ഈ വീട് കുടിലുകളുടെ ഇടവഴിയിലൂടെ ഇങ്ങനെ നടക്കും, എവിടൊക്കെ ഫിത്ന ഉണ്ടാവണോ അവിടൊക്കെ അയാളുണ്ടായിരിക്കും, എവിടൊക്കെ എന്തൊക്കെ കുഴപ്പമുണ്ടാവണോ അവിടൊക്കെ ആ മനുഷ്യൻ ഉണ്ടായിരിക്കും. എന്നല്ല, സ്ത്രീകൾ പോകുമ്പോൾ അവരെ പിടിച്ചു വലിക്കും, വഴി കൂടെ പോണ സ്ത്രീകളൊക്കെ പിടിച്ചു വലിക്കുക, ഇങ്ങനെ തുടങ്ങി അയാൾ തന്നെ പറയുമായിരുന്നു, അസ്വാബത്തിന് ദഅവത്തു സഅദിൻ, സഅദിന്റെ ദുആ ബാധിച്ചതാണ്, സഅദ് റളിയല്ലാഹുവിന്റെ ദുആ ബാധിച്ചതാണെന്ന് അയാൾ തന്നെ പിന്നീട് പറയുമായിരുന്നു. ഇതാണ് എന്റെ ഉസ്താദിന്റെ ഗതി. കണ്ണിയത്ത് ഉസ്താദിനെതിരെ സമസ്തക്കെതിരെ കേസ് കൊടുത്തപ്പോൾ ഇതൊരു കേസിന്റെ സംഭവം തന്നെ, അതൊക്കെ അപ്പൊ കിട്ടിയ ദുആയാണല്ലോ അത്. എവിടൊക്കെ ഫിത്ന, മുഖം കെടുത്തട്ടെ എന്ന് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടൊക്കെ ഫിത്ന ഉണ്ടോ അവിടൊക്കെ എന്റെ ഉസ്താദുണ്ട്. അതിപ്പോ കമ്മ്യൂണിസ്റ്റുകാരെ പറഞ്ഞാൽ അപ്പൊ എന്റെ ഉസ്താദിനെ ബാധിക്കും, ഇനി BJPക്കാരെ പറഞ്ഞാൽ അപ്പൊ എന്റെ ഉസ്താദിനെ ബാധിക്കും, കള്ളന്മാരായി ആരൊക്കെ ദുനിയാവിലുണ്ട് അവരൊക്കെ പറഞ്ഞാൽ അവിടൊക്കെ എന്റെ ഉസ്താദിനെ ബാധിക്കും. ഇതെന്റെ ഉസ്താദിന്റെ ഒരു കറാമത്തായിട്ട് കൂട്ടിക്കോ. നീ ഉദ്ദേശിക്കുന്നത് പോലെ മറുപടി പറയാനല്ലല്ലോ ഞങ്ങളുടെ ക്ലാസ് റൂം ഉള്ളത്, അതിനല്ലേ അവിടെ പെട്ടിപ്പീടി തുറന്നിരിക്കുന്നത്, അവിടെ 2 പെട്ടിപ്പീടി തുറന്നിങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, അവിടെ പോയിട്ട് ചോദിക്കുക, അപ്പൊ നീ ഉദ്ദേശിക്കുന്ന മറുപടി കിട്ടും. ഇവിടെ ദീൻ പറ്റൂല. നിങ്ങൾക്ക് ദീന് എന്ന് പറഞ്ഞാൽ ഉസ്താദിന് വേണ്ടിയിട്ടായിരിക്കും. ഉസ്താദിന് എന്താ ഗുണമാണ്, അപ്പൊ അവിടെ ദീനുണ്ട്. ഉസ്താദിനെ ബാധിക്കും, അപ്പൊ അവിടെ ദീനില്ല. ആഴ്ചയിൽ ഇങ്ങനെ മാറിയാണ്. സുന്നത്തി ജമാഅത്ത് എന്നിങ്ങനെ പറഞ്ഞു, പിന്നെ അത് വഹാബിസം പറയില്ല നല്ലതെന്നുണ്ടെങ്കിൽ അപ്പം എന്ത് ചെയ്തു, അപ്പൊ അത് പറയും. ഈ ദീന് ഇവിടെ കിട്ടില്ല കേട്ടാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, റൈസ് ഹാൻഡ് ചെയ്ത ആളുകൾ വളരെ പെട്ടെന്ന് മൈക്കിൽ വരണം.
കുറെ ആൾക്കാർ റൈസാൻ